ഹലോ ഫ്രണ്ട്സ്, സ്മാർട്ട് ട്രിക്സ് ഇൻ പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പി എസ് സി ചോദിച്ചിട്ടുള്ള ഏറ്റവും പുതിയ ജി കെ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 60/25 എന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമത്തെ ചോദ്യം, ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 3, 4 ശരി. അതായത്, 4-ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ വെല്ലസ്ലി പ്രഭു ഇംഗ്ലീഷുകാരെ നയിച്ചു. 1, 2 ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളിൽ ഹൈദർ അലി ഇംഗ്ലീഷുകാർക്കെതിരെ പോരാടി. അതായത്, 4-ാം മൈസൂർ യുദ്ധത്തിൽ ഇംഗ്ലീഷുകാരെ നയിച്ചത് വെല്ലസ്ലി പ്രഭുവാണ്. 1, 2 ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളിൽ ഇംഗ്ലീഷുകാർക്കെതിരെ പോരാടിയ ആളാണ് ഹൈദർ അലി. രണ്ടാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് പാഴ്സി നവീകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടത്? പാഴ്സി നവീകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടത് റാസ്റ്റ് ഗോഫ്തറും റഹ്നുമായി മഹ്ദയസ്റ്റൻ സഭയുമാണ്. ഒന്നുകൂടെ പറയാം, പാഴ്സി നവീകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടത് റാസ്റ്റ് ഗോഫ്തറും റഹ്നുമായി മഹ്ദയസ്റ്റൻ സഭയുമാണ്. ചോദ്യം 3, ഇനി പറയുന്ന ഓപ്ഷനുകളിൽ ഏതാണ് ചരിത്ര സംഭവങ്ങളുടെ ശരിയായ കാലക്രമ ക്രമീകരണം നൽകുന്നത്? ഓപ്ഷൻ എ തന്നെയാണ് വരുന്നത്. ആദ്യം വില്ലുവണ്ടി യാത്ര, പിന്നീട് സാധുജന പരിപാലന സംഘത്തിൻ്റെ രൂപീകരണം, പിന്നെ കൊച്ചിൻ പുലയ മഹാസഭയുടെ രൂപീകരണം, പിന്നെ കല്ലുമാല സമരം. ഒന്നുകൂടെ പറയാം, വില്ലുവണ്ടി യാത്ര, സാധുജന പരിപാലന സംഘത്തിൻ്റെ രൂപീകരണം, കൊച്ചിൻ പുലയ മഹാസഭയുടെ രൂപീകരണം, കല്ലുമാല സമരം. ചോദ്യം 4, എങ്ങനെയായിരുന്നു 1920 കൊച്ചിൻ റെഗുലേഷൻ 12 1920 മുമ്പ് തിരുവിതാംകൂറുകാർ നടത്തിയ സമാന പ്രവൃത്തികളേക്കാൾ ഒരുപടി മുന്നിൽ നിന്നത്? അപ്പം ഈ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ശരിയായത് തിരഞ്ഞെടുക്കാനാണ്. രണ്ടാമത്തേത് മാത്രമാണ് ശരി. ബഹുഭാര്യത്വം നിരോധിച്ചു. ചോദ്യം 5, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ തിരിച്ചറിയാം. മൂന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്, അപ്പോൾ ശരിയായത് മാത്രം വായിക്കാം. ഹോച്ചിമിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാം സ്ഥാപിച്ചു. ദക്ഷിണ വിയറ്റ്നാമിൻ്റെ ഏകാധിപതിയായിരുന്നു എൻഗോ ദിൻ ഡൈം. 1954 വിയറ്റ്നാമിലെ ഫ്രഞ്ച് ഭരണം അവസാനിച്ചു. ഈ 3 സ്റ്റേറ്റ്മെൻറ്റുകളാണ് കറക്റ്റായിട്ടുള്ളത്. ചോദ്യം 6, താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ ബഹിരാകാശ യാത്രികരുടെ പേരുകൾ വിഭാഗം എയിലും അവർ ബഹിരാകാശത്ത് ചിലവഴിച്ച ദിവസങ്ങളുടെ എണ്ണം വിഭാഗം ബിയിലും കാണിച്ചിരിക്കുന്നു. ശരിയായ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 4, പെഗ്ഗി വിറ്റ്സൺ 675 ദിവസം. ഈ ഓപ്ഷൻ മാത്രമാണ് ശരി. ഒന്നുകൂടെ പറയാം, പെഗ്ഗി വിറ്റ്സൺ 675 ദിവസമാണ് ബഹിരാകാശത്ത് ചിലവഴിച്ചിട്ടുള്ളത്. നമുക്കറിയാം, പെഗ്ഗി വിറ്റ്സൺ ആണ് ശുഭാംശു ശുക്ലയുടെ ആക്സിയം 4 ദൗത്യത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ, അല്ലേ? ചോദ്യം 7, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതിൽ ഏത് പ്രസ്താവനയാണ് ശരിയെന്നാണ് ചോദിക്കുന്നത്. പ്രസ്താവന എ ആണ് ശരി, അതായത് ഓപ്ഷൻ സി. പ്രസ്താവന ബി തെറ്റാണ്. മഞ്ചേശ്വരം വടക്കേ അറ്റത്തുള്ള നദിയാണ്. ഓപ്ഷൻ ബി ആയി കൊടുത്തിരിക്കുന്നത് കബനി, ഭവാനി, പമ്പ എന്നിവ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ്. പമ്പയല്ല, പാമ്പാറാണ്. കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ കബനി, ഭവാനി, പാമ്പാറാണ് വരുന്നത്. കേരളത്തിലാകെ 44 നദികളുണ്ട്. 41 പടിഞ്ഞാറോട്ടും 3 കിഴക്കോട്ടുമാണ്. കിഴക്കോട്ട് വരുന്ന 3 കബനി, ഭവാനി, പാമ്പാർ. മഞ്ചേശ്വരം നദിയാണ് ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി. കാസർഗോഡ് ജില്ലയിലാണ് വരുന്നത്. ചോദ്യം 8, താഴെ പറയുന്ന തീയതികളിൽ ഏതൊക്കെ ദിവസങ്ങളിലാണ് വിഷുവം അഥവാ സമരാത്ര ദിനം സംഭവിക്കുന്നത്? സമരാത്ര ദിനം എന്ന് പറയുന്നത് രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം ഒരുപോലെ വരുന്ന ദിവസങ്ങളെയാണ് സമരാത്ര ദിനം ഇല്ലെങ്കിൽ വിഷുവം എന്ന് പറയുന്നത്. അത് മാർച്ച് 21 സെപ്റ്റംബർ 23 വരുന്നത്. വിഷുവങ്ങൾ മാർച്ച് 21 സെപ്റ്റംബർ 23 ഓപ്ഷൻ ബി ആണ് ശരിയായത്. ചോദ്യം 9, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ തന്നെ ശരിയാണ്. അമാവാസിയിലും പൗർണമിയിലും വസന്തകാല വേലിയേറ്റങ്ങൾ സംഭവിക്കുന്നു. വസന്തകാല വേലിയേറ്റങ്ങൾ സംഭവിക്കുന്നതാണ് അമാവാസിയിലും പൗർണമിയിലും. ഓക്കെ. ചോദ്യം 10, താഴെ പറയുന്നവയിൽ ഏതാണ് റിമോട്ട് സെൻസിംഗ് ഉപകരണങ്ങൾ ശരിയായി ജോഡിയാക്കിയിരിക്കുന്നത്? ഓപ്ഷൻ ഡി, ലാൻഡ്സാറ്റ് USA. ലാൻഡ്സാറ്റ് USA ഇതാണ് ശരിയായ ഓപ്ഷൻ.
ചോദ്യം 11. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ ജോഡി തിരിച്ചറിയുക. ഓപ്ഷൻ എ തന്നെ ശരിയാണ്. ബാബർ എന്ന് പറയുന്നത് ഹിമാലയത്തിൻ്റെ അടിവാരത്തുള്ള ഇടുങ്ങിയ മേഖല, പാറക്കെട്ടുകളും ചരൽക്കല്ലുകളും നിറഞ്ഞ ഭൂപ്രകൃതിയാണ് ബാബർ വരുന്നത്. ചോദ്യം 12. 2025 ലോക ജലദിനത്തിൻ്റെ പ്രമേയം എന്താണ്? 2025 ലോക ജലദിനത്തിൻ്റെ പ്രമേയം ഹിമാനി സംരക്ഷണം എന്നാണ്. ഹിമാനി സംരക്ഷണമാണ് 2025 ലോക ജലദിനത്തിൻ്റെ പ്രമേയം. ലോക ജലദിനം ഏതാണെന്ന് എല്ലാവർക്കും ഓർമ്മയില്ലേ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചോദ്യം 13. ഭാരതത്തിൽ 2ാം പഞ്ചവത്സര പദ്ധതി സമയത്ത് ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണം നേടാൻ വൻകിട വ്യവസായങ്ങളിൽ നിന്നുള്ള നിക്ഷേപത്തിന് പ്രാധാന്യം നൽകി നടപ്പാക്കിയ തന്ത്രം ഏതാണ്? മഹലനോബിസ് തന്ത്രം. നമുക്കറിയാം 2ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് മഹലനോബിസ് പ്ലാൻ എന്നാണ്. അപ്പം മഹലനോബിസ് തന്ത്രമാണ് 2ാം പഞ്ചവത്സര പദ്ധതി സമയത്ത് ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണം നേടാൻ വൻകിട വ്യവസായങ്ങളിലുള്ള നിക്ഷേപത്തിന് പ്രാധാന്യം നൽകി നടപ്പാക്കിയ തന്ത്രം അറിയപ്പെടുന്ന പേര്. ചോദ്യം 14. 1991 ഇന്ത്യക്ക് വായ്പ നൽകാനായി ലോകബാങ്കും IMFും സംയുക്തമായി ഏർപ്പെടുത്തിയ സ്വതന്ത്ര വിപണി സാമ്പത്തിക നയ പരിഷ്കാരങ്ങളുടെ നിബന്ധന ഘടനാപരമായ ക്രമീകരണ പരിപാടികൾ SAPs എന്നാണ് അറിയപ്പെടുന്നത്. ഘടനാപരമായ ക്രമീകരണ പരിപാടികൾ 1991 ഇന്ത്യക്ക് വായ്പ നൽകാനായി ലോക ബാങ്കും IMFും സംയുക്തമായി ഏർപ്പെടുത്തിയ സ്വതന്ത്ര വിപണി സാമ്പത്തിക നയപരിഷ്കാരങ്ങളുടെ നിബന്ധനയുടെ പേരാണ് ഘടനാപരമായ ക്രമീകരണ പരിപാടികൾ. ചോദ്യം 15. താഴെ പറയുന്നവയിൽ ഇന്ത്യയിൽ നടപ്പാക്കിയ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഭാഗമായി ഏറ്റെടുത്ത പ്രധാന നയപ്രവർത്തനങ്ങളിൽ ഏത് ഉൾപ്പെടുന്നില്ല? ഓപ്ഷൻ ഡി, അതായത് GST ഉൾപ്പെടുന്നില്ല. അപ്പോൾ ഉൾപ്പെടുന്ന കാര്യങ്ങൾ പറയാം. അതായത് പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഭാഗമായി ഏറ്റെടുത്ത പ്രധാന നയപ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ധനകാര്യവും നാണയരംഗവുമായി ബന്ധപ്പെട്ട പരിഷ്കാരങ്ങൾ, വ്യവസായ നയപരിഷ്കാരങ്ങൾ, വിനിമയ നിരക്ക് നിർണ്ണയം യുക്തിസഹജമാക്കി. ഈ 3 കാര്യങ്ങളാണ് അതിൽ പെടുന്നത്. ചോദ്യം 16. IAAP, IADP, HYVP എന്നിവ ഇന്ത്യയിലെ ഏത് പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കിയ പ്രവർത്തനങ്ങളാണ്? നമുക്കറിയാം അത് ഹരിത വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട പദങ്ങളാണ്. ചോദ്യം 17. ഇന്ത്യയുടെ പഞ്ചവത്സരി പദ്ധതി നയങ്ങളുടെ ദീർഘകാല ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഉയർന്ന വളർച്ചാ നിരക്ക്, സാമൂഹ്യനീതി, സ്വയം പര്യാപ്തത അഥവാ സ്വാശ്രയത്വം. ഈ 3 കാര്യങ്ങളാണ് പഞ്ചവത്സര പദ്ധതിയുടെ ദീർഘകാല ലക്ഷ്യങ്ങളായിട്ട് വരുന്നത്. ഉയർന്ന വളർച്ചാ നിരക്ക്, സാമൂഹ്യനീതി, സ്വയം പര്യാപ്തത. ചോദ്യം 18. 2024 ജൂലൈ 27 സംഘടിപ്പിക്കപ്പെട്ട നീതി ആയോഗ് ഗവേണിംഗ് കൗൺസിലിൻ്റെ 9ാം യോഗത്തിൻ്റെ പ്രധാന വിഷയം എന്തായിരുന്നു? വികസിത് ഭാരത് അറ്റ് 2047. 2024 ജൂൺ 27 സംഘടിപ്പിക്കപ്പെട്ട നീതി ആയോഗ് ഗവേണിംഗ് കൗൺസിലിൻ്റെ 9ാം യോഗത്തിൻ്റെ പ്രധാന വിഷയമായിരുന്നു വികസിത് ഭാരത് അറ്റ് 2047. ചോദ്യം 19. ഇന്ത്യയിൽ ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ നിയമിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ഇന്ത്യൻ രാഷ്ട്രപതിക്കാണ് ആ ഉത്തരവാദിത്തം വരുന്നത്. ഇന്ത്യയിൽ ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ നിയമിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ഇന്ത്യൻ രാഷ്ട്രപതിക്കാണ്. അതായത് നിലവിൽ ദ്രൗപദി മുർമുവിനാണ്. ചോദ്യം 20. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് മന്ത്രിസഭയുടെ വലുപ്പം ലോക്സഭയുടെയോ സംസ്ഥാന നിയമസഭയുടെയോ മൊത്തം അംഗസംഖ്യയുടെ 15% പരിമിതപ്പെടുത്തിയത്? 91ാം ഭേദഗതിയിലാണ് അത് വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭരണഘടനാ ഭേദഗതി എന്നാണ് ചോദ്യം. അത് ആ 91ാം ഭേദഗതിയിലൂടെ എന്താണ് ചെയ്തത്? മന്ത്രിസഭയുടെ വലുപ്പം ലോക്സഭയുടെയോ സംസ്ഥാന നിയമസഭയുടെയോ മൊത്തം അംഗസംഖ്യയുടെ 15% പരിമിതപ്പെടുത്തുകയാണ് ചെയ്തത്. ചോദ്യം 21. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഓഫീസ് ഒഴിഞ്ഞുകിടക്കുമ്പോൾ ബാധകമായ വ്യവസ്ഥകൾ പരിഗണിക്കുക. അപ്പോൾ എല്ലാ പ്രസ്താവനയും ശരിയാണ്. രാഷ്ട്രപതിയുടെ ഉത്തരവാദിത്തങ്ങളും പ്രവർത്തനങ്ങളും ഉപരാഷ്ട്രപതി ഏറ്റെടുക്കുന്നു. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും ഓഫീസുകൾ ഒഴിഞ്ഞുകിടക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നു. ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിൻ്റെ അഭാവത്തിൽ സുപ്രീം കോടതിയിലെ മുതിർന്ന ജഡ്ജി പുതിയ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതുവരെ രാഷ്ട്രപതിയായി പ്രവർത്തിക്കുന്നു. അത്തരം ഒഴിവുകൾ പരിഹരിക്കുന്നതിനായി പാർലമെൻറ്റ് 1969 പ്രസിഡന്റ് നിയമം പാസാക്കി. ഈ കാര്യങ്ങളൊക്കെയാണ്
രാഷ്ട്രപതിയുടെ ഓഫീസ് ഒഴിഞ്ഞുകിടക്കുമ്പോൾ ബാധകമായ വ്യവസ്ഥകൾ. ചോദ്യം 22. ഇന്ത്യയുടെ അറ്റോർണി ജനറലിൻ്റെ ചുമതലകളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതിൽ ഏതാണ് ശരിയെന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് 3 സ്റ്റേറ്റ്മെൻറ്റ്സ് കറക്റ്റാണ്. ഇന്ത്യയുടെ അറ്റോർണി ജനറലിന് റെഫർ ചെയ്യുന്ന നിയമപരമായ കാര്യങ്ങളിൽ ഇന്ത്യ സർക്കാരിനെ ഉപദേശിക്കുന്നു. അറ്റോർണി ജനറലിന് ഇന്ത്യയിലെ എല്ലാ കോടതികളിലും പ്രേക്ഷകനായി എത്താൻ അവകാശമുണ്ട്. ലോക്സഭയുടെയും രാജ്യസഭയുടെയും നടപടികളിൽ സംസാരിക്കാൻ അറ്റോർണി ജനറലിന് അവകാശമുണ്ട്. ഈ 3 കാര്യങ്ങളാണ് അറ്റോർണി ജനറലുമായി ബന്ധപ്പെട്ട് വരുന്നത്. സ്ഥിരം ഒരു ചോദ്യമാണ് അറ്റോർണി ജനറലുമായി ബന്ധപ്പെട്ട് വരുന്നത് അല്ലേ. ചോദ്യം 23. ഇന്ത്യ ഗവൺമെൻറ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സ്ഥാപിച്ച വർഷം 1964. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സ്ഥാപിച്ച വർഷമാണ് 1964. ചോദ്യം 24. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഏത് സമ്മേളനമാണ് സാധാരണയായി ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ നടക്കുന്നത്? നമുക്കറിയാം മഴക്കാലമാണ്, അതുകൊണ്ട് തന്നെ മൺസൂൺ സമ്മേളനം. മൺസൂൺ സമ്മേളനത്തിൻ്റെ സമയമാണ് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ. ചോദ്യം 25. ഫൗണ്ടിംഗ് മദേഴ്സ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക് ജെൻഡർ പൊളിറ്റിക്സ് ഓഫ് ദി ഫ്രെയിമിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പ്രശസ്ത പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? അച്യുത് ചേതൻ്റെ പുസ്തകമാണ് ഫൗണ്ടിംഗ് മദേഴ്സ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക് ജെൻഡർ പൊളിറ്റിക്സ് ഓഫ് ദി ഫ്രെയിമിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പുസ്തകം. ചോദ്യം 26. പ്രധാനമന്ത്രിയുടെ ഓഫീസ് സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ പരിഗണിക്കുക. 1947 ആണ് നിലവിൽ വന്നത് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്. 1977 ജൂൺ വരെ ഇത് പ്രധാനമന്ത്രിയുടെ സെക്രട്ടേറിയറ്റ് PMS എന്നറിയപ്പെട്ടിരുന്നു. ഇപ്പം PMO ആണ്. ഗവൺമെൻറ് തലവൻ എന്ന നിലയിൽ പ്രധാനമന്ത്രിയുടെ മൊത്തത്തിലുള്ള ഉത്തരവാദിത്തങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സഹായിക്കുന്നു. ഈ 3 കാര്യങ്ങളാണ് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസുമായി ബന്ധപ്പെട്ട ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകൾ. ചോദ്യം 27. ഈ ഗവേണൻസിൻ്റെ പശ്ചാത്തലത്തിൽ താഴെ പറയുന്ന സ്വാഭാവിക നീതിയുടെ ഏതൊക്കെ തത്വങ്ങൾക്ക് ഊന്നൽ നൽകുന്നത്? സർക്കാർ പ്രക്രിയകളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും ശക്തിപ്പെടുത്തൽ, തുല്യമായ ഭരണം ഉറപ്പാക്കുന്നതിന് പ്രതികരണശേഷിയും പങ്കാളിത്തവും വർദ്ധിപ്പിക്കൽ. ഇതാണ് ഈ ഗവേണൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ചോദ്യം 28. താഴെ പറയുന്നവയിൽ ഏതാണ് വിവിധ അപകട സാധ്യതകളിലേക്കും അപകടങ്ങളിലേക്കും മനുഷ്യ ജനസംഖ്യയുടെ മൊത്തത്തിലുള്ള ദുർബലത വർദ്ധിപ്പിക്കാൻ ഏറ്റവും സാധ്യതയുള്ള സാമൂഹിക ജനസംഖ്യാ പ്രവണതകൾ? 1. ദ്രുത നഗരവൽക്കരണം. 2. ജനസംഖ്യ വളർച്ച. ഓപ്ഷൻ A 1ഉം 4ഉമാണ് കറക്റ്റായിട്ട് വരുന്നത്. ചോദ്യം 29. നിയമപരമായ അവകാശം എന്ന നിലയിൽ സർക്കാർ നൽകുന്ന തൊഴിൽ എന്ന ആശയത്തിന് പ്രാരംഭ പ്രേരണ നൽകുന്നതായി ഏത് നിയമത്തിൻ്റെ രൂപീകരണം പരാമർശിച്ചിരിക്കുന്നു? മഹാരാഷ്ട്ര തൊഴിലുറപ്പ് നിയമമാണ് ഇതുമായി ബന്ധപ്പെട്ടത്. അതായത് മഹാരാഷ്ട്ര തൊഴിലുറപ്പ് നിയമവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നിയമപരമായ അവകാശം എന്ന നിലയിൽ സർക്കാർ നൽകുന്ന തൊഴിൽ എന്ന ആശയത്തിന് പ്രാരംഭ പ്രേരണ നൽകുന്നതായിട്ട് ബന്ധപ്പെട്ട നിയമം മഹാരാഷ്ട്ര തൊഴിലുറപ്പ് നിയമം. ചോദ്യം 30. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 142ൻ്റെ പ്രാഥമിക ലക്ഷ്യം താഴെ പറയുന്നവയിൽ ഏതാണ്? സ്റ്റാറ്റ്യൂട്ടറി നിയമങ്ങൾ അപര്യാപ്തമാകുമ്പോൾ പോലും സമ്പൂർണ്ണ നീതി ഉറപ്പാക്കാൻ സുപ്രീം കോടതിയെ അധികാരപ്പെടുത്തുക. ഇതാണ് ആർട്ടിക്കിൾ 142ൻ്റെ പ്രാഥമിക ലക്ഷ്യം. സ്റ്റാറ്റ്യൂട്ടറി നിയമങ്ങൾ അപര്യാപ്തമാകുമ്പോൾ പോലും സമ്പൂർണ്ണ നീതി ഉറപ്പാക്കാൻ സുപ്രീം കോടതിയെ അധികാരപ്പെടുത്തുക. ചോദ്യം 31. റിവേഴ്സ് മോട്ടോർ ഗേജ് സ്കീമിന് കീഴിൽ മുതിർന്ന പൗരന്മാരായ വീട്ടുടമസ്ഥർ ധനകാര്യ സ്ഥാപനങ്ങളിൽ എന്താണ് പണയം വയ്ക്കുന്നത്? അവരുടെ സ്വത്താണ്. ചോദ്യം 32. താഴെ പറയുന്നവയിൽ ഏതാണ് ഗ്രീൻ ഹൗസ് പ്രഭാവത്തിന് കാരണമായ പ്രധാന വാതകം? കാർബൺ ഡൈ ഓക്സൈഡ്. ഗ്രീൻ ഹൗസ് പ്രഭാവത്തിന് കാരണമാകുന്ന പ്രധാന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ചോദ്യം 33. ശ്വസനം, ഹൃദയമിടിപ്പ് തുടങ്ങിയ അടിസ്ഥാന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഇൻവോളണ്ടറി ആക്ഷൻസ് ആണ് ഇതൊക്കെ വരുന്നത് അല്ലേ. നമ്മൾ അറിയാതെ നടക്കുന്ന കാര്യങ്ങളാണ് ശ്വസനം, ഹൃദയമിടിപ്പ് പോലെയുള്ള പ്രവർത്തനങ്ങൾ. അതിനെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ്. ചോദ്യം 34. ത്വക്ക്, അസ്ഥികൾ, ബന്ധിത കലകൾ എന്നിവയ്ക്ക് പ്രധാനമായ ഒരു പ്രോട്ടീനായ കൊളാജൻ്റെ സമന്വയത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി. ത്വക്ക്, അസ്ഥികൾ, ബന്ധിത കലകൾ എന്നിവയ്ക്ക് പ്രധാനമായ ഒരു പ്രോട്ടീനാണ് കൊളാജൻ. അതിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ സി. 35. താഴെ പറയുന്നവയിൽ ഏതാണ് വൈറസ് മൂലം ഉണ്ടാകുന്നത്? വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ഇൻഫ്ലുവൻസ, മീസിൽസ്, ഡെങ്കിപ്പനി എന്നിവ. ട്യൂബർകുലോസിസ് ബാക്ടീരിയ രോഗമാണ്. അപ്പോൾ ഓപ്ഷൻ A ഓൺലി 2 എന്നതാണ് കറക്റ്റ്. ചോദ്യം 36. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് അഥവാ COPDയുടെ പ്രാഥമിക കാരണം എന്താണ്?
പുകവലിയാണ്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, അതിന് കാരണം പുകവലിയാണ്. 37 കേരളത്തിലെ അമ്മമാരിൽ കാണപ്പെടുന്ന പ്രസവാനന്തര വിഷാദം പരിഹരിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സംരംഭം ഏതാണ്? അമ്മ മനസ്സാണ്. പോസ്റ്റ്പാർട്ടം ഡിപ്രഷനാണ് പ്രസവാനന്തര വിഷാദം എന്നറിയപ്പെടുന്നത്. അതിനെ പരിഹരിക്കാനുള്ള സംരംഭമാണ് അമ്മ മനസ്സ്. ചോദ്യം 38 ഒരു ചരടിൻ്റെ അറ്റങ്ങളിലൊന്ന് ആന്തോളനം ചെയ്തുകൊണ്ട് ഒരു സഞ്ചരിക്കുന്ന തരംഗത്തെ അതിലൂടെ അയക്കുന്നു. ആന്തോളനത്തിൻ്റെ ആവൃത്തി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ എന്താ വരുന്നത്? തരംഗത്തിൻ്റെ വേഗത മാറ്റമില്ലാതെ തുടരുകയും തരംഗദൈർഘ്യം കുറയുകയും ചെയ്യുന്നു. ആവൃത്തി എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ്. ഒരു സെക്കൻഡിൽ എത്ര തരംഗങ്ങൾ ഉണ്ടാവുന്നു എന്നതിൻ്റെ എണ്ണമാണ് ആവൃത്തി വരുന്നത്. അപ്പോൾ ആവൃത്തി മാത്രമാണ് വർദ്ധിപ്പിക്കുന്നത്. ആവൃത്തി വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരംഗദൈർഘ്യം കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഓപ്ഷൻ ബി, തരംഗത്തിൻ്റെ വേഗതയ്ക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല, പക്ഷേ തരംഗദൈർഘ്യം കുറയുന്നുണ്ട്. ചോദ്യം 39 ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നുള്ള ഒരു വസ്തുവിൻ്റെ പാലായന പ്രവേഗമാണ് VE, അതായത് എസ്കേപ്പ് വെലോസിറ്റി എങ്കിൽ ഭൂമിയുടെ 4 ഇരട്ടി പിണ്ഡമുള്ളതും അതേ ആരമുള്ളതുമായ ഒരു ഗ്രഹത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നുള്ള ഒരു വസ്തുവിൻ്റെ പാലായന പ്രവേഗം എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ 2VE, അതായത് ഭൂമിയിലുള്ള പാലായന പ്രവേഗമായ 11.2 km/s, അതായത് ഒരു സെക്കൻഡിൽ 11.2 കിലോമീറ്റർ ഈ വസ്തുവിന് സഞ്ചരിക്കാൻ പറ്റുവാണെങ്കിൽ ഇത് ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് എസ്കേപ്പ് ചെയ്തു പോകുന്നുള്ളതാണ് എസ്കേപ്പ് വെലോസിറ്റി. അപ്പം ഭൂമിയുടെ 4 ഇരട്ടി പിണ്ഡമുള്ളതും അതേ ആരമുള്ളതായ ഒരു ഗ്രഹമാണെങ്കിൽ ആ വസ്തുവിൻ്റെ പാലായന പ്രവേഗം എന്ന് പറയുന്നത് ഭൂമിയിലുള്ളതിന് പാലായന പ്രവേഗത്തിൻ്റെ ഇരട്ടിയായിരിക്കും. അതായത് 11.2 ഇരട്ടി എന്ന് പറയുന്നത് 22.4 കിലോ. ചോദ്യം 40 താഴെ പറയുന്നവയിൽ ഏതാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിൻ്റെ സവിശേഷതയല്ലാത്തത്? അപ്പോൾ ഓപ്ഷൻ ബി സവിശേഷതയല്ല. അപ്പോൾ സവിശേഷതയായ കാര്യങ്ങൾ മാത്രം വായിക്കാം. ലോഹപ്രതലത്തിൽ പ്രകാശം എത്തുന്നതും ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഉത്സർജനം സംഭവിക്കുന്നതും തമ്മിൽ സമയ ഇടവേളയില്ല. ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം പതന വികിരണത്തിൻ്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ്. ഓരോ പ്രകാശ സംവേദന പദാർത്ഥത്തിനും ത്രഷോൾഡ് ആവൃത്തി എന്നറിയപ്പെടുന്ന പതന വികിരണത്തിൻ്റെ ഒരു മിനിമം വിച്ഛേദന ആവൃത്തി ആവശ്യമുണ്ട്. ഈ 3 കാര്യങ്ങളാണ് കറക്റ്റ്. ഇതൊക്കെ +2 ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഫിസിക്സുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളത്. ചോദ്യം 41 2025 ജനുവരി 29 GSLV F-15 ലോഞ്ചിങ് വെഹിക്കിൾ ഉപയോഗിച്ച് ISRO അതിൻ്റെ 100ാമത്തെ ദൗത്യത്തിൽ വിക്ഷേപിച്ച ഉപഗ്രഹത്തിൻ്റെ പേരെന്താണ്? NVS-02. NVS-02 ആണ് 2025 ജനുവരി 29 GSLV F-15 ലോഞ്ചിങ് വെഹിക്കിൾ ഉപയോഗിച്ച് ISRO വിക്ഷേപിച്ച 100ാമത്തെ ദൗത്യം. ചോദ്യം 42 ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രതിപ്രവർത്തനം വഴി സൂര്യനിലും നക്ഷത്രങ്ങളിലും രൂപപ്പെടുന്ന ഭീമമായ ഊർജത്തിൻ്റെ അളവ് സൂര്യനിൽ നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രതിപ്രവർത്തനം വഴി രൂപപ്പെടുന്ന വാതകമാണ് ഹീലിയം. ഹൈഡ്രജനും കൂടിച്ചേർന്ന് ഹീലിയം ഉണ്ടാവുകയാണ് സൂര്യനിൽ സംഭവിക്കുന്നത്. ന്യൂക്ലിയർ ഫ്യൂഷനാണ് അവിടെ സംഭവിക്കുന്നത്. അതായത് ചെറിയ 2 ആറ്റങ്ങൾ കൂടിച്ചേർന്ന് വലിയ ഒരു ആറ്റമായി മാറുന്നു. അതിനെയാണ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഫിഷൻ ആണെങ്കിൽ നേരെ തിരിച്ച് വലിയൊരു ആറ്റം മുറിഞ്ഞ് ചെറിയ 2 ആറ്റങ്ങളായിട്ട് മാറുന്നു. ഇനി ചോദ്യം 43 ബേക്കിംഗ് സോഡയുടെയും വാഷിംഗ് സോഡയുടെയും രാസനാമം യഥാക്രമം എന്താണ്? ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ സോഡിയം ബൈകാർബണേറ്റും വാഷിംഗ് സോഡ എന്ന് പറയുന്നത് സോഡിയം കാർബണേറ്റുമാണ്. ബേക്കിങ്ങിന് ബൈ ഉണ്ട്, വാഷിങ്ങിന് ബൈ ഇല്ല. അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. ചോദ്യം 44 താഴെ പറയുന്നവയിൽ ഇരുമ്പിൻ്റെ ധാതു അല്ലാത്ത സംയുക്തം ഏതാണ്? അപ്പോൾ ഇരുമ്പിൻ്റെ ധാതുക്കളാണ് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ് എന്നിവ. മാലക്കൈറ്റ് കോപ്പറിൻ്റേതാണ്. ചോദ്യം 45 ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹത്തിൻ്റെയും അലോഹത്തിൻ്റെയും ശരിയായ സെറ്റ് താഴെ പറയുന്നവയിൽ ഏതാണ്? ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യവും ഏറ്റവും കൂടുതലുള്ള അലോഹം ഓക്സിജനുമാണ്. ചോദ്യം 46 ഇന്ത്യ നേടിയ ഒളിമ്പിക്സ് മെഡലുകളെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇന്ത്യ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഒളിമ്പിക്സ് കായിക ഇനമാണ് ഫീൽഡ് ഹോക്കി. 1928 ഇന്ത്യ ആദ്യത്തെ ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ നേടി. 2000 സിഡ്നി ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയായിരുന്നു കർണം മല്ലേശ്വരി. ഈ കാര്യങ്ങളാണ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകൾ. ചോദ്യം 47 താഴെ പറയുന്ന എഴുത്തുകാരെ അവയുടെ തൂലികാ നാമവുമായി ഒത്തുനോക്കുക. ജോർജ് വർഗീസ് കാക്കനാടൻ, MP ഭട്ടത്തിരിപ്പാട് പ്രേംജി, PC കുട്ടിക്കൃഷ്ണൻ ഉറൂബ്,
MK മേനോൻ വിലാസിനി. നമുക്കറിയുന്ന കാര്യമാണ് അല്ലേ? ജോർജ് വർഗീസ് കാക്കനാടൻ എത്രയോ കാലമായി കേൾക്കുന്നതാണ്. MP ഭട്ടത്തിരിപ്പാട് പ്രേംജി, PC കുട്ടിക്കൃഷ്ണൻ ഉറൂബ്, MK മേനോൻ വിലാസിനി. ചോദ്യം 48. കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? അപ്പം 1ഉം 4ഉം തെറ്റാണ്. അപ്പം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വായിക്കാം. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആദ്യ ഡയറക്ടർ NV കൃഷ്ണവാര്യർ ആയിരുന്നു. 1956 ഒക്ടോബർ 15 കേരള സാഹിത്യ അക്കാദമി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റ്. ചോദ്യം 49. താഴെ പറയുന്നവയിൽ ഭദ്രകാളി ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിനായി അവതരിപ്പിക്കുന്ന കലാരൂപമാണ് പടയണി. കടമ്മനിട്ട, അത് പടയണിയുമായി ബന്ധപ്പെട്ട ഒരു നാടാണല്ലേ. അപ്പം ഭദ്രകാളി ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്ന കലാരൂപമാണ് പടയണി. ചോദ്യം 50. 2025 ഫെബ്രുവരിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുരക്ഷാ ഉച്ചകോടി നടന്ന നഗരമാണ് പാരീസ്. പാരീസിൽ വെച്ചാണ് AI ഉച്ചകോടി, AI സുരക്ഷാ ഉച്ചകോടി നടന്നത് 2025 ഫെബ്രുവരിയിലായിരുന്നു. ഓക്കെ, അപ്പം PSC ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള GK ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇത്രയും നേരം നോക്കിയത്. എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്തിട്ട് എക്സാമിന് പോകാം. നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ജോലി നേടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗം. അപ്പോൾ എല്ലാവർക്കും ജോലി കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസ് ലൈക്ക് ചെയ്യണം. ഓക്കെ, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.